സാരല്ല വർഷത്തിൻ്റെ സമാപനത്തോടുകൂടി ധാരാളം പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്ന ഒരു കാലഘട്ടം. തിരക്ക് നിലനിർത്തുന്നെങ്കിലും ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആനന്ദിക്കാനായിട്ട് പറ്റില്ല. ഏറ്റവും മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങൾ വർഷങ്ങളാണ് ഈ പ്രസ്ഥാനം ചെയ്തു വരുന്നത്. വലിയ സന്തോഷം. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ഒരേപോലെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും സാധിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ പ്രസ്ഥാനം ചെയ്തു വരുന്നത്. വേറെ ഞാൻ ഇന്ന് ശ്രീ മലങ്കര വേണുഗോപാൽ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഈ സ്ഥാപനത്തെക്കുറിച്ച് പ്രസ്ഥാനത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. മനുഷ്യനായിരിക്കുന്നതാണ് ഈശ്വരന്മാര് ആഗ്രഹിക്കുന്നത്. മനുഷ്യനായിരിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവരാണ്. അന്ന് ഇന്നും മനുഷ്യർക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും ജീവിത അനുഭവങ്ങളാണ്. നാം സന്തോഷമായിരിക്കുമ്പോൾ സങ്കടപ്പെടുന്ന ചില ആളുകളെ ആശ്വസിപ്പിക്കാനും അവർക്ക് സഹായം എത്തിക്കാനും അവർക്ക് ഭക്ഷണം എത്തിക്കാനും ഒക്കെ കഴിയുന്നത് മനുഷ്യത്വപരമായ ഇടപെടലുകളാണ്. അവരുടെ ആവശ്യം ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യനായിരിക്കും, മനുഷ്യത്വമായിരിക്കും. ആ ഒരു നിലയിലാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളിലൂടെ ഉയരുന്നത്. നമ്മുടെ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷമല്ല, എല്ലാവരും സന്തോഷമായിരിക്കും ഉള്ള സാഹചര്യങ്ങളിൽ. ഇത് വലിയ സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെയും ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. ഒരുപാട് സങ്കടങ്ങളുടെ പക്ഷത്തിൽ സന്തോഷിക്കാനും ചില വക ഈശ്വരൻ നമുക്ക് തരുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം, ഏത് ദുരിതപൂർണമായ സാഹചര്യത്തിലും സർവേശ്വരൻ ആശ്വസിക്കാനും സമാധാനപ്പെടാനും സന്തോഷിക്കാനും ഒരു ഭാഗം കരുതിയിട്ടുണ്ടായിരിക്കും. എത്ര സന്തോഷിക്കുന്ന വ്യക്തിയായിരുന്നാലും അദ്ദേഹത്തിന് സങ്കടപ്പെടാനുള്ള ഒരു സാഹചര്യം ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. ഒരു കഥയിപ്രകാരം പറയുന്നു, ഒരു മനുഷ്യൻ വേറൊരു ടൂർ പോകണം. 12 നാളെ ടൂർ. വിമാനത്തിലാണ് യാത്ര. ഇവിടെ പോയി ജർമ്മനി പോയി, പിന്നെ അമേരിക്ക, കാനഡ, ഒരു സ്വിറ്റ്സർലൻഡ്, ലാസ്റ്റ് സിംഗപ്പൂർ വന്നിട്ട് നാട്ടിൽ വരും. നല്ല പണം മുടക്കിയാണ് പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന് പോകുമ്പോഴത്തേക്ക് വിമാനത്തിന്റെ സൈഡ് സീറ്റ് വേണം, വിൻഡോ സീറ്റ് വേണം. നമുക്ക് ചിലപ്പോഴൊക്കെ താല്പര്യമില്ല, ബസ്സിൽ പോകുമ്പോഴത്തേക്ക് സൈഡ് സീറ്റ് വേണം, കാറ്റില്ലാതെ കാഴ്ച വേണം. എന്തോ ആ മനുഷ്യൻ അങ്ങനെയായിട്ട് തോന്നി. അതിനു വേണ്ടി ചെയ്യാനുള്ള എല്ലാ റെക്കമെൻഡേഷനും ചെയ്ത് ടിക്കറ്റ് എടുത്ത് ഈ പറഞ്ഞതുപോലെ വിമാനത്തിന്റെ സൈഡ് സീറ്റ് അദ്ദേഹത്തിന് കിട്ടി. വിമാനത്തിലേക്ക് പ്രോസസ് വന്ന് വിഷെല്ലാം പറഞ്ഞു, നിങ്ങൾ നല്ല ഭാഗ്യം ചെയ്ത മനുഷ്യനാണ്, ഇതിനോട് കുറച്ച് നാളുകൾ സഞ്ചരിക്കാൻ സൗകര്യമായിട്ട് വിൻഡോ സീറ്റ് കിട്ടിയിരിക്കുന്നത് ഹാപ്പി ആയിരിക്കുക, വളരെ സന്തോഷമായിരിക്കുക. ഒരു കാര്യമുണ്ട്, ഈ തൊട്ടടുത്തുള്ള വിൻഡോ കുറെ കാഴ്ച കാണാനുള്ള വിൻഡോ അല്ല, അത് എമർജൻസി എക്സിറ്റാണ്. അത് എമർജൻസി എക്സിറ്റാണ്. അദ്ദേഹം കാത്തിരുന്നു സൈഡ് വിൻഡോ സീറ്റ് പോകണമെന്ന് കാത്തിരുന്നു. വിൻഡോ സീറ്റ് കിട്ടി, പക്ഷെ കിട്ടിയത് ഏത് സീറ്റാണ്? എമർജൻസി എക്സിറ്റിന്റെ അടുത്താണ് കിട്ടിയത്. ചെയർപേഴ്സൺ പറഞ്ഞു, വളരെ സൂക്ഷിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളാണ് അതിന്റെ ബെല്ലുണ്ട്, ആ ബെല്ലമർത്തേണ്ടത്. ആളുകൾ വരികയും വരുമ്പോഴത്തേക്ക് അവരെ ഇറക്കി വിടേണ്ടത് നിങ്ങളാണ്. പാരച്യൂട്ട് കളിപ്പിക്കുന്ന കാര്യങ്ങൾ 100 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഇത്രയും പണം മുടക്കി വളരെ സന്തോഷമായി ലാഭിച്ചായി പോകാൻ പരിപാടി കിട്ടും. പക്ഷെ ഈ ദിവസം അത്രയും ഈ വിമാനയാത്ര തിരിച്ച് നമ്മുടെ നാട്ടിൽ വരുന്നത് വരെയും അദ്ദേഹത്തിന് ടെൻഷനാണ്. എപ്പോഴും എന്തെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും വൈറസ് വരുമോ, ഞാൻ തുറക്കേണ്ടി വരുമോ, ഞാൻ എന്തെല്ലാം ചെയ്യും, ആരെല്ലാം ഞാൻ രക്ഷിക്കും, പാരച്യൂട്ട് എവിടെയിരിക്കുന്നു, എങ്ങനെ അവരെ ശ്രദ്ധിക്കും, എന്തെല്ലാം പങ്കുവയ്ക്കണം. ഇത്രയും ഞാൻ പറഞ്ഞത് ഇത്രയും വലിയ സന്തോഷമായിരുന്നു.
അതിന്റെ ആരോഗ്യ സമയം ഉണ്ടായിരുന്നു. ഈ മനുഷ്യരിങ്ങനെ എമർജൻസിയിൽ എടുത്താൽ കിട്ടിയതെന്നത് ശരി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ സന്തോഷത്തിലായിരിക്കുമ്പോൾ നമ്മെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അതിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. നാം എത്ര കണ്ട് സങ്കടപ്പെട്ടിരുന്നാലും അതിന്റെ ഉള്ളിൽ സന്തോഷത്തിന്റെ ചില സംഗതികൾ സർവേശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. ക്രിസ്മസിന്റെ രണ്ടാമത്തെ സന്ദേശം സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ്. സമാധാനം ആർക്കാണുള്ളത്? സന്മനസ്സുള്ളവർക്ക്, നല്ല മനസ്സുള്ള ആളുകൾക്ക് എപ്പോഴും സമാധാനം. സമാധാനം നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടണം, ആൾക്കാരിൽ നിന്ന് കിട്ടണം, പ്രവർത്തന മേഖലയിൽ നിന്ന് നമുക്ക് സമാധാനം കിട്ടണം. അങ്ങനൊന്നും കിട്ടില്ല. എല്ലാവരും കുറ്റം പറയും, എല്ലാവരും കണക്ക് പറയും. 99 കാര്യം ഒരു വ്യക്തിക്ക് നടിപ്പെടുത്തിരുന്നാൽ ഒരു കാര്യം മലയെങ്കിൽ വേണമോ സാർ അദ്ദേഹത്തിൽ ചെയ്യാതിരുന്നാൽ ഒരാവശ്യപ്പെടുന്നു. 99 കാര്യവും ആ വ്യക്തിയെ വേണഗോപാൽ സാർ സഹായിച്ചിട്ട് ഒരു കാര്യം ചെയ്യാതിരുന്ന ഉടൻ അനാവശ്യം പറയും. പറഞ്ഞാൽ പിന്നെ വൈകിട്ടെല്ലാം പറയും. അത്ര മനസ്സിലായി? അതാണ് എന്റെ കാര്യം. അതുകൊണ്ട് എത്ര ടെൻഷനായിരുന്നു അതിന്റെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിലാണ് സമാധാനം നമ്മൾ തന്നെ സംഭരിക്കേണ്ടത്. പുറത്തും നമുക്ക് സമാധാനം കിട്ടാനില്ല. നമ്മുടെ മനസ്സ് ഹാപ്പി ആയിരിക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ ഹാപ്പി ആയിട്ട് ചെയ്യണം. നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ സമാധാനമായിട്ട് ചെയ്യണം. നമ്മുടെ മനസ്സ് നല്ലതെങ്കിൽ എപ്പോഴും നമുക്ക് സമാധാനം ഉണ്ടായിരിക്കും, എപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും.